ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമാണ്, ഐക്യൂൻ്റെ നിയോ 10R എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ നിയോ 10R എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഐക്യൂ നിയോ 10R ബ്ലൂ കളർ വേരിയൻ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് 8/256 വേരിയൻ്റ് ആണ്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ വന്നത്. എന്നാണ് നമ്മൾ കംപ്ലീറ്റ് ആയ ഡീറ്റെയിൽ അൺബോക്സിങ് ചെയ്ത് ഇതിൻ്റെ വിവരങ്ങളും ഡീറ്റെയിൽസ്, ഇത് നല്ലൊരു എന്താ പറയുക വാല്യൂ ഫോർ മണി ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം 26,999 രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൺ 8s Gen 3, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും UFS 4.0 ആണ്. പിന്നെ LPDDR 5X RAM ഉണ്ട്, അടിപൊളി ക്യാമറ സെറ്റപ്പ് ഉണ്ട്, 6400 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, 80 വാട്ട് ചാർജിങ് ഉണ്ട്. അതിനൊപ്പം തന്നെ 2000 രൂപ കാർഡ് ഓഫറും കൂടെ കിട്ടുമ്പോൾ ഏതാണ്ട് 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു നല്ല ഒരു പാക്കേജാണ് കിട്ടുന്നത്. എന്നാൽ അത് എത്രത്തോളം നല്ലതാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ അഗെയിൻ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്. ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാം. അതിനൊപ്പം തന്നെ അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ്ങൾ ഓൾറെഡി ചില ചാനലിൽ കണ്ടു കാണുമെന്ന് തോന്നുന്നു. എന്നാലും നമ്മളൊന്ന് അൺബോക്സ് ചെയ്യുക പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അൺബോക്സിങ് തുടങ്ങാം. ഇതാണ് ബോക്സ് പാക്കേജ്. ഐക്യൂ നിയോ 10R എന്ന് എഴുതിയതാണ്. ഇൻഫാക്ട് 10R അല്ല, 10 മാത്രമേ ഉള്ളൂ. ബോക്സിനകത്ത് ഇവിടെ സൈഡിൽ 10R എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ബ്ലൂ കളറാണ്. അതിനൊപ്പം തന്നെ നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാം. 7.98 mm തിക്നെസ് ആണ് വരുന്നത്. ബാക്കി ഡീറ്റെയിൽസ് അവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ചാർജർ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. ഹെഡ്സ് ആർ 0.97, ബോഡീസ് ആർ 0.96 ആണ് വരുന്നത്. നമ്മുടെ ഇതിലുള്ള 8/256 വേരിയൻ്റ് ആണ്. പെട്ടെന്ന് തന്നെ തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കിട്ടുന്നത് ഫോണാണ്. മുകളിൽ തന്നെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ബ്ലൂ കളറാണ്. പിന്നെ നമുക്കൊരു കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. അതിനൊപ്പം തന്നെ മാനുവൽ ആൻഡ് വാറണ്ടി ഇൻഫർമേഷനാണ്. പിന്നെ ഉള്ളത് അഡാപ്റ്ററാണ്, അതായത് ഒരു 80 വാട്ട് അഡാപ്റ്ററാണ്. ഫ്ലാഷ് ചാർജ്, വിവോ ഫ്ലാഷ് ചാർജ് രീതിയാണ്. അതിനൊപ്പം തന്നെ ഒരു USB Type-C ചാർജിങ് കേബിളും സിം ഇജക്റ്റർ പിന്നുമാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഡിവൈസ് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസൈൻ ലാംഗ്വേജ് പറയാം. ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഏറെക്കുറെ ഈ ഒരു ക്യാമറ യൂണിറ്റ് ഐക്യൂ ഒരുപാട് ഡിവൈസസിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഐക്യൂൻ്റെ 13ഉം 12ഉം ഒക്കെ തന്നെ ഈ ഒരു ക്യാമറ യൂണിറ്റ് ആണ് വന്നത്. അപ്പോൾ അതേ ഒരു ക്യാമറ യൂണിറ്റ് ഇവിടെയും കൊണ്ടുപോയിട്ടുണ്ട്. ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട്. തിക്നെസ് പറഞ്ഞാൽ 7.98 mm ആണ് തിക്നെസ് വരുന്നത്. അറൌണ്ട് 198 grams ആണ്. അപ്പോൾ കുഴപ്പമില്ല, ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. സൈഡ് ഫ്രെയിം ബ്ലൂ കളറാണ്. ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ബാക്ക് പാനലും ഒരു പോളികാർബണേറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് പറയുന്നത്. താഴെ USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, അതേപോലെ തന്നെ സിം ട്രെയിൻ വരുന്നത്. സൈഡിൽ പവർ ബട്ടണും വോളിയം റോക്കർ കീസുമാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഇനി ഫ്രണ്ട് പാനൽ ഡിസൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ബെസൽസ് എല്ലാം കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. പിന്നെ പഞ്ച് ഹോൾ 32 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അതെനിക്ക് അത്രയ്ക്ക് ഒരു ഇംപ്രസീവ് ആയി തോന്നിയില്ല. ഈ പാനൽ വളരെ ഒരു ബേസിക് ആയ ഒരു പാനലായിട്ട് എനിക്ക് തോന്നി. ഒരു ഫ്ലിംസി ടൈപ്പ് ഓഫ് ബിൽഡാണ്. പെട്ടെന്ന് സ്ക്രാച്ച് ആവാനുള്ള ടൈപ്പുള്ള ഒരു ബിൽഡാണ്. അത്രയ്ക്ക് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട്, റിജിഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇൻഫാക്ട് ഈ പ്രൈസ് സെഗ്മെന്റിൽ കഴിഞ്ഞ വർഷം ഈ വർഷം ആദ്യം ഇറങ്ങിയ ഓപ്പോ F6ഉം പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പക്ഷെ അതൊരു റിജിഡ്നെസ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു ഭയങ്കര ഒരു ഹോളോനെസ് ഉണ്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി വളരെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അത് തന്നെ ഒരു പ്രോബ്ലം ആയിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം ബിൽഡ് ക്വാളിറ്റി വളരെ നല്ല ബിൽഡ് ക്വാളിറ്റി വേണമെങ്കിൽ ഈ ഒരു ഡിവൈസ് അത്രയ്ക്ക് ഒരു നല്ലതല്ല. നത്തിങ് ഫോണിന് 3A Pro, അതേപോലെ നോഡ് 4, ഇതൊക്കെ ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന വേറെ ഫോൺസ്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇത് അത്രയ്ക്ക് പോരാന്ന് പറയാം. ബിൽഡ് ക്വാളിറ്റി വളരെ ആവറേജ് ആണ്. ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം പറയാം. ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കിട്ടുന്നത് നല്ലൊരു ലാർജ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് 144 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ പ്രൈസ് സെഗ്മെന്റിൽ ഒട്ടുമിക്ക ഫോൺസും 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 1.5K പാനലാണ്, എന്താ പറയുക 1.5K പാനലാണ്. അതേപോലെ 6.78 inches ആണ് റെസൊല്യൂഷൻ വരുന്നത്. 144 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ സെറ്റിംഗ്സിലേക്ക് ഒന്ന് പോകാം. പെട്ടെന്ന് തന്നെ ഇതുണ്ടല്ലേ, സ്ക്രീൻ റെസൊല്യൂഷൻ നമുക്ക് ലോവർ റെസൊല്യൂഷനിലേക്ക് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. പിന്നെ ഹൈ റിഫ്രഷ് റേറ്റ് ആണ്, അതായത് 144 Hz ആണ് ഹൈ റിഫ്രഷ് റേറ്റ്. സ്റ്റാൻഡേർഡ് 60 Hz ആണ്. പിന്നെ നമുക്ക് സ്മാർട്ട് സ്വിച്ച് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നല്ലതാണ്. ബ്രൈറ്റ്നസ് ലെവൽസ് ഒക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ സ്മൂത്താണ്. നല്ല കളേഴ്സാണ്, പഞ്ചി കളേഴ്സാണ്. ആംബോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ
നല്ലൊരു പഞ്ചി കളേഴ്സാണ്. അപ്പോൾ നിങ്ങൾ മൂവീസൊക്കെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ലാർജർ ഡിസ്പ്ലേ ഉണ്ട്, അതിനൊപ്പം തന്നെ വളരെ മിനിമൽ ബെസൽസുമാണ് വരുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊന്നും വലിയ കോംപ്രമൈസ് ഇല്ല എന്ന് പറയാം. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ ഒബ്വിയസ്ലി ഫൺ ടച്ച് ചോയ്സ് ആണ് വരുന്നത്. ജസ്റ്റ് അബൌട്ട് ഡിവൈസ് iQOO Neo 10R, സ്നാപ്ഡ്രാഗൺ 8s Gen 3 മൊബൈൽ പ്ലാറ്റ്ഫോം, 8GB റാം, ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്, 256GB സ്റ്റോറേജ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഫൺ ടച്ച് OS 15 ആണ് വരുന്നത്. ഇനി ഫൺ ടച്ച് OS 15 കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് ബാക്കിയുള്ള UI ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഒരു ഓക്കേഷ് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. കാരണം UI പല സ്ഥലത്തും കൺസിസ്റ്റൻ്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല കാര്യമായ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇത് തന്നെയായിരുന്നു ഫൺ ടച്ച് OS 14 വന്നത്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഇപ്പോൾ വിവോൻ്റെ ഡിവൈസ് എടുത്താലും iQOOൻ്റെ ഡിവൈസ് എടുത്താലും എല്ലാം തന്നെ ഈ ഫൺ ടച്ച് OS പ്രോബ്ലി ഒരു സോർ പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നില്ല. കാരണം ഇപ്പോൾ ഷവമി എടുക്കുകയാണെങ്കിൽ ഹൈപ്പർ OSലേക്ക് മാറി, അപ്പോൾ കുറേ കൂടെ സ്മൂത്തറായി. അതേപോലെ ഓക്സിജൻ OS 15 വന്നപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. സാംസങ്ങിൻ്റെ One UI സൂപ്പർബ് എക്സ്പീരിയൻസ് ആണ്, നത്തിങ് അടിപൊളിയാണ്, മോട്ടോ അടിപൊളിയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ബ്ലോട്ട് വേസിൻ്റെ സീൻ പറയുകയാണെങ്കിൽ അധികം ബ്ലോട്ട് വേസ് ഇല്ല, കുറച്ചുണ്ട്. ലിങ്ക്ഡിൻ, നെറ്റ്ഫ്ലിക്സ്, ഫോൺ പേ, ഒരു 5-6 ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അത് എനിക്ക് തോന്നുന്നു അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ ബ്ലോട്ട് വേസിൻ്റെ സീൻ വലിയ കുഴപ്പമില്ല. പക്ഷേ സോഫ്റ്റ്വെയർ ഓവറോൾ എക്സ്പീരിയൻസ് വളരെ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് നമുക്ക് iQOO Neo 10R സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി അടുത്തത് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്റ്റാർ അട്രാക്ഷൻ എന്ന് പറയുന്നത്. സ്നാപ്ഡ്രാഗൺ 8s Gen 3, അതായത് 25,000 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ വർഷം പോക്കോ F6 ഇറങ്ങി, അതേപോലെ സിവിയിൽ ഇറങ്ങിയായിരുന്നു, ഷവമി സിവി, അങ്ങനെ 1-2 ഫോൺസിൽ ഇറങ്ങിയായിരുന്നു. നല്ലൊരു ചിപ്പാണ്. ഇൻഫാക്ട് കഴിഞ്ഞ വർഷം സ്നാപ്ഡ്രാഗൺ സീരീസിലെ 3ാമത്തെ ബെസ്റ്റ് ചിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം സ്നാപ്ഡ്രാഗൺ 8s Gen 3. അത്രയും നല്ല പെർഫോമൻസ് ആണ് വന്നിരുന്നത്. അതിനൊപ്പം തന്നെ ഇതിലും ആ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമ്മൾ സ്റ്റേബിൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ്, വളരെ അടിപൊളിയായ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. അപ്പോൾ 144 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു കോമ്പിനേഷൻ കൂടെ വയ്ക്കുമ്പോൾ ഗെയിമേഴ്സിന് ഒരു സൂപ്പർ ഡിവൈസ് എന്ന് പറയും. അതിൽ ഒരു സംശയമില്ല, അടിപൊളി ഗെയിമിംഗ് ഡിവൈസാണ് സ്നാപ്ഡ്രാഗൺ 8s Gen 3. പിന്നെ LPDDR4X 5X റാമും UFS 4.1 സപ്പോർട്ടുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്നതിൽ ഒരു സംശയമില്ല. ഇൻഫാക്ട് പോക്കോ F6 ഈ പ്രൈസ് സെഗ്മെന്റിൽ അവൈലബിൾ ആണ്, അതും ഗെയിമിംഗ് ഡിവൈസാണ്. അതേപോലെ തന്നെ ഇതിലും ഒരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസാണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ടോപ്പ് നോച്ച് എക്സ്പീരിയൻസ് ആണെന്നുള്ള ഒരു സംശയമില്ല. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. പിന്നെ 5G സപ്പോർട്ടുണ്ട്, എല്ലാ ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിലൊന്നും തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്, ഒരു അടിപൊളി പെർഫോമൻസ് ഗെയിമിംഗ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ സെറ്റപ്പ് ഒന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ ക്യാമറ കുറിച്ച് പറയാം. ക്യാമറ നമുക്കിവിടെ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി 50 MP സെൻസറാണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു 8 MP അൾട്രാ വൈഡ് ആണ് വരുന്നത്. ഡ്യുവൽ ക്യാമറയാണ്. ഇവിടെ നമുക്ക് ഒരു സെൽഫി 32 MP ക്യാമറയാണ്. അപ്പോൾ ഇൻ്റർഫേസ് എടുക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ iQOO ഇൻ്റർഫേസ് ആണ്. നമുക്ക് 4K 60 FPS വരുന്നുണ്ട്, കാരണം സ്നാപ്ഡ്രാഗൺ 8s Gen 3 ആയതുകൊണ്ട്. പിന്നെ നമുക്ക് പോർട്രേറ്റ് മോഡ്, സ്നാപ്ഷോട്ട്, നൈറ്റ് മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് ബേസിക് ആയ എല്ലാ ഓപ്ഷൻസും കാണാൻ സാധിക്കും. അപ്പോൾ ക്യാമറ ഇൻ്റർഫേസ് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം iQOO Neo 10R എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. എന്നാലും എനിക്ക് ജനറലി iQOO ഒരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസ് ആയതുകൊണ്ട് എത്രത്തോളം നല്ല പെർഫോമൻസ് വരുമെന്ന് പറയാൻ പറ്റില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്ത് പറയാം. അതിനിടയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇനീഷ്യൽ ഇംപ്രഷൻ എന്താണ് ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഒരു വൗ ഫാക്ടർ ഒന്നും കാണുന്നില്ല. എന്നാലും ഒരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസ് എന്നുള്ളതിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് iQOO Neo 10R പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ വിശദമായി ക്യാമറയെക്കുറിച്ച് പറയാം. ഇനി വരുന്നത് 6400 mAh ബാറ്ററി, 80 watt ചാർജിങ് ആണ് വരുന്നത്. എഗെയിൻ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇപ്പോൾ 6500 ഏറെക്കുറെ ഒരു സെഗ്മെന്റ് ബാറ്ററി കപ്പാസിറ്റി ആയി തുടങ്ങി. 6000 അല്ലെങ്കിൽ 6500 ഒട്ടുമിക്ക ഫോൺസിലും വരുന്നുണ്ട്. അപ്പോൾ 6400 എന്ന് പറഞ്ഞാൽ നല്ലൊരു കപ്പാസിറ്റിയാണ്. 80 watt ചാർജിങ്ങും ഇൻക്ലൂഡഡ് ആണ്. പോക്കോ F6 നമുക്ക് 90 watt കിട്ടിയിരുന്നു, ഇതിൽ 80 watt. അപ്പോൾ അതേക്കുറെ സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും വരാനില്ല. അപ്പോൾ അതും നല്ല ഒരു ഫീച്ചറായിട്ട് നമുക്കതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. എഗെയിൻ എന്താ പറയുക, നല്ല ഒരു പെർഫോമൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്നാപ്ഡ്രാഗൺ 8s Gen 3 നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ്. അതിനൊപ്പം തന്നെ നല്ലൊരു ബാറ്ററി ഒപ്റ്റിമൈസേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ആ കാര്യത്തിൽ വേറെ സംശയങ്ങളൊന്നും തന്നെ ഇതിനകത്ത്
പറയാനില്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇനി ബാറ്ററിൻ്റെ കാര്യം കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഓവറോൾ ആസ്പെക്ട് പറയാം. എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ഇതിന് നല്ല ആസ്പെക്ട്സ് പെർഫോമൻസ് അതാണ് ഇതിൻ്റെ ഒരു സോളിഡ് കാര്യം എന്ന് പറയാവുന്നത്. പിന്നെ നല്ല ബാറ്ററി ലൈഫ്, കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ്, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി അത്രയ്ക്ക് ഒരു പോരാ, ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. ഇതൊരു ഫിനിഷ് ഇല്ല സത്യം പറയാച്ചാൽ. എഗെയിൻ നമുക്ക് എല്ലാം കൂടി പ്രൈസ് സെഗ്മെന്റിൽ കിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പെർഫോമൻസും ഇതെല്ലാം കിട്ടുമ്പോൾ ബിൽഡ് ക്വാളിറ്റി ഒരു എന്താ പറയുക, കുറച്ചൊരു ചീപ്പ് പ്ലാസ്റ്റിക് ലുക്ക് ഉണ്ട്, അതിലൊരു സംശയമില്ല. ഈ കളറൊക്കെ അടിപൊളിയായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റി വളരെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതിനൊപ്പം തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഓക്കേഷ് എന്ന് പറയാം. കാരണം നമുക്കറിയാലോ ഫണ്ട ചോയ്സ് എല്ലാ OS എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ UI എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും ലീസ്റ്റ് പ്രിഫേർഡ് ആണ് ഫണ്ട ചോയ്സ്. സാംസങ്ങിൻ്റെയാണ് ഏറ്റവും നല്ല, അതേപോലെ നത്തിങ് അടിപൊളി എക്സ്പീരിയൻസ്, ഈവൻ മോട്ടും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ലീസ്റ്റ് പ്രിഫേർഡ് OS ആണ് അല്ലെങ്കിൽ UI എക്സ്പീരിയൻസ് ആണ് ഫണ്ട ചോയ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എനിക്ക് അത്രയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് അല്ല. കാരണം 14-15 ഫണ്ട ചോയ്സ് 14-15 വേറെ കുറേ ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ UIക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ല, അതാണ് ഒരു മേജർ ഇഷ്യൂ. കാരണം ചില UI എലമെന്റ്സ് ഒരു രീതിയിൽ, മറ്റേ എലമെന്റ്സ് വേറെ രീതിയിൽ, ഒറിജിനൽ OS ഒക്കെ ആയിട്ട് മിക്സപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 മേജർ പോരായ്മ എനിക്ക് തോന്നുന്നുള്ളൂ. അതായത് ബിൽഡ് ക്വാളിറ്റി പോരാ, ആവറേജ് ക്വാളിറ്റികൾ, പെട്ടെന്ന് സ്ക്രാച്ച് ആവാൻ ചാൻസും ഉണ്ട് കേട്ടോ. കേസിൻ്റെ ആയിരിക്കും നല്ലത്. എഗെയിൻ അത് ഞാൻ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ സ്ക്രാച്ച് ആവോ ഇല്ലേ എന്നുള്ളത്. പിന്നെ എന്താ പറയുക, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഓക്കേഷ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓവറോൾ നല്ലൊരു പാക്കേജ് ആയിട്ടാണ് തോന്നുന്നത്. ഡെഫിനറ്റ്ലി വർത്തി പാക്കേജ്, വാല്യൂ ഫോർ മണി പാക്കേജ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. 26,999 നിങ്ങൾക്ക് 8/128 വേരിയൻറ്റ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുക 8/256 എടുക്കാനാണ്. കാരണം 128 പെട്ടെന്ന് സ്റ്റോറേജ് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം വാട്സാപ്പൊക്കെ ഇപ്പോൾ നമ്മൾ ഒരുപാട് GB കണക്കിനല്ല ഡേറ്റ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 8/256 എടുക്കുകയായിരിക്കും നല്ലത്. എഗെയിൻ കളേഴ്സ് എനിക്ക് തോന്നി ഇത് കുറച്ച് നല്ല സ്റ്റൈലിഷ് കളറാണെന്ന് എനിക്ക് തോന്നിയത്. എഗെയിൻ പേഴ്സണൽ ചോയ്സ് ആണ്. ഒരു ബ്ലാക്ക് കളറും കൂടി, ബ്ലാക്കോ ഗ്രേ കളറും കൂടി ഉണ്ട്, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പോയി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു iQOO Neo 10R ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തരികയാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.